നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് iPhone 12 വേഴ്സസ് സാംസങ് ഗാലക്സി S22 പ്ലസ്. അല്ല, അതെന്താണ് ബ്രോ iPhone 12 iPhone 13 അല്ലേ കമ്പയർ ചെയ്യേണ്ടത്? എനിക്കറിയാം ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരുമെന്ന്. ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, iPhone 12ന്റെ 128GB വേരിയന്റ് ഇറങ്ങിയത് 84,990 രൂപയ്ക്കാണ്. സാംസങ്ങിന്റെ S22 പ്ലസും ഇറങ്ങിയിരിക്കുന്ന അതേ വിലയിലല്ലേ 128GB. അതുകൊണ്ട് ഇനി രണ്ടാമത്തെ കാര്യം, എൻ്റെ കയ്യിൽ iPhone 13 ഇല്ല. iPhone 13 കയ്യിലുണ്ടെങ്കിൽ വല്ല കാര്യമുണ്ടോ എനിക്ക് 12 വെച്ച് കമ്പയർ ചെയ്യാൻ? എന്നാൽ ഈ ഒരു വീഡിയോ ഭയങ്കര രസമാട്ടോ. ഭയങ്കര രസമെന്ന് വെച്ചാൽ ഈ ഒരു S22 പ്ലസ് iPhone 12നെ അടിച്ച് പുറത്ത് കളയുന്ന 10 കാര്യങ്ങൾ അല്ലെങ്കിൽ 10 ഏരിയാസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ iPhone 12 മാത്രമായിരിക്കില്ല, ഈ കുറേയധികം കാര്യങ്ങൾ iPhone 13 Pro Max ആയാലും അടിച്ച് പുറത്ത് പോകുന്നതായിരിക്കും. വളരെ രസമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ബാ കാണാം. ഏറ്റവും ആദ്യം നമ്മുടെ S22 പ്ലസിലെ സ്ക്രീൻ തന്നെ. ഒരു കാര്യം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഞാൻ ഏറ്റവും ആദ്യമായിട്ട് മേടിച്ച ഒരു AMOLED സ്ക്രീനുള്ള ഡിവൈസ് iPhone 12 ആണ്. ആൻഡ് എനിക്ക് ഇതിൻ്റെ AMOLED സ്ക്രീൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം വളരെ നല്ലതായിരുന്നു. ആൻഡ് iOSൻ്റെ ആ ഒരു ഒപ്റ്റിമൈസേഷനെ കാരണം ഭയങ്കര സ്മൂത്തൊക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരുന്നു. പിന്നെ കുറച്ച് ബഡ്ജറ്റ് കാറ്റഗറിയിലുള്ള ഫോണുകൾ AMOLED 60Hz 90Hz 120Hz ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ടോട്ടൽ യൂസർ എക്സ്പീരിയൻസിൽ iPhone 12 ആയിരുന്നു നല്ലത്. പക്ഷേ സാംസങ്ങിൻ്റെ S22 പ്ലസിലേക്ക് ഞാൻ മാറിയപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ച് S22 പ്ലസ് ഏകദേശം ഒരു മണിക്കൂർ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ iPhone 12 എടുത്തപ്പോൾ ഇങ്ങനെ നോക്കേണ്ട അവസ്ഥയായിരുന്നു എനിക്ക്. ഇതിനകത്ത് 1750 നിറ്റ്സ് ആണ്. കേട്ടോ നോക്കണം, 1750 നിറ്റ്സ്. അതിൻ്റെ 7 അകലത്തെ എത്തൂല ഇതിൻ്റെ ബ്രൈറ്റ്നസ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പകൽ സമയത്തേക്ക് നമ്മൾ S22 പ്ലസ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ iPhone 12 എടുക്കുമ്പോൾ നമ്മൾ ബ്രൈറ്റ്നസ്സിൽ പോയിട്ട് അങ്ങ് കൂട്ടാൻ നോക്കും, എന്തേ കാണുന്നില്ല എന്നുള്ള രീതിയിൽ ആ ഒരു അവസ്ഥയാണ്. പിന്നെ 120Hz ഡിസ്പ്ലേ, എങ്ങനെ നമുക്ക് 120Hz ഡിസ്പ്ലേനെ 60Hz വെച്ച് കമ്പയർ ചെയ്യാനായിട്ട് വരും? സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ബട്ടർ സ്മൂത്ത്. എന്നാൽ ഇപ്പോഴും iPhoneൽ ഇല്ലാത്ത ഫീച്ചർ ഈ ഫോണിലുണ്ട്. വേറെ ഒന്നല്ല, iPhone 12 Pro Maxലും ഇല്ല ഈ ഫീച്ചർ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഓൾവേസ് ഓൺ ഡിസ്പ്ലേക്ക് AMOLED സ്ക്രീനിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു സാധനമാണ്. ഇപ്പോഴും ഐഫോണിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ല. സാംസങ്ങിൻ്റെ അല്ലെങ്കിൽ AMOLED സ്ക്രീനുള്ള ഏറ്റവും മിഡ് റേഞ്ച് അല്ലെങ്കിൽ ലോ റേഞ്ച് ഫോണുകളിൽ വരെയും കൊടുക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിലും ദിസ് ഇസ് ബെറ്റർ. ഇനി അടുത്ത സെക്ഷൻ നമ്മുടെ ബാറ്ററിയാണ്. ഇതിനകത്ത് 4500 mAh ബാറ്ററിയാണുള്ളത്. അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് 3000 mAh അത്രയും കണ്ടുള്ളൂ എന്ന്. ആ 3000 സംതിങ് ഉള്ള 3500 എന്തോ ഉള്ളത് അത് S22ലാണ്. S22 പ്ലസിൽ 4500 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 4500 mAh ബാറ്ററിയും ഇതിൻ്റെ സ്ക്രീൻ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്. 48 Hz തൊട്ടാണ് 120 Hz വരെയും പോകുന്നത്. ഇതിനകത്ത് 60 Hz കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഉപയോഗിക്കുമ്പോൾ ഫുൾ ബാറ്ററി ബാക്കപ്പ് നമുക്ക് നിൽക്കുന്നതും ഇതിലാണ്. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇതിനകത്തുണ്ടല്ലോ, നമ്മൾ GPS ഓണാക്കി കഴിഞ്ഞാൽ ബാറ്ററിയുടെ കാര്യം മറന്നേക്ക്, ആ ഒരു അവസ്ഥയാണ്. സോ ബാറ്ററി ബാക്കപ്പിൽ ബെറ്റർ ഇതാണ്. പിന്നെ ചാർജിങ് സ്പീഡ് ഡെഫിനറ്റ്ലി ഇത് 20 വാട്ട്സ് അതുവരെയൊക്കെ ക്യാപ്പ് ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ സ്പീഡ്. ഇത് 45 വാട്ട് വരെ ഉണ്ട്. പ്രോപ്പറായിട്ടുള്ള ചാർജർ ഉണ്ടെങ്കിൽ കിട്ടും. സോ എഗെയിൻ S22 പ്ലസ് ഇസ് ബെറ്റർ. മൂന്നാമത്തെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നൊരു കാര്യമാണ്, iPhone 12നകത്ത് ഡ്യുവൽ സിം ഉപയോഗിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ ഇതിൻ്റെ സിം സ്ലോട്ട് ഒരെണ്ണം ഉള്ളൂ. ഒരൊറ്റ സിമ്മേ ഫിസിക്കലി ഇടാൻ പറ്റുള്ളൂ. രണ്ടാമത്തത് എംബഡഡ് സിം അഥവാ ഈ സിമ്മാണ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് 2 സിം ഉണ്ട്. സോ പ്രൈമറി സിം ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് സെക്കൻഡറി സിം എന്തെങ്കിലും കാരണം കൊണ്ട് ഇതിനകത്ത് ഇടണമെങ്കിൽ പറ്റില്ല, കാരണം സ്ലോട്ട് ഇല്ലല്ലോ. എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് ഈ സിമ്മിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മെയിൻ സിം ഈ സിം ആക്കിയിട്ടാണ് സെക്കൻഡറി സിം ഇതിനകത്തേക്ക് ഇട്ടിരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഡ്യുവൽ സിം ഇടാനായിട്ട് പറ്റും. ഏത് ഫിസിക്കലി നിങ്ങൾക്ക് സിം 1ഉം സിം 2 ഇടാൻ പറ്റും. അതുമാത്രമല്ല, ഇൻ കേസ് നിങ്ങൾക്ക് ഫിസിക്കൽ സിം വേണ്ട, ഈ സിം വേണമെങ്കിൽ ഈ സിം ആക്കി മാറ്റാനുള്ള ഓപ്ഷനുണ്ട്. സോ ഫിസിക്കൽ സിമ്മും സപ്പോർട്ട് ചെയ്യും, ഈ സിമ്മും സപ്പോർട്ട് ചെയ്യും. ഇതിലതില്ല. സോ ഇതിനാണ് ആ ഒരു കാര്യത്തിലും പോയിന്റ്. പിന്നെ എന്നെ ഞെട്ടിച്ചൊരു കാര്യം, ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതായത് ഇന്നേ വരെയും എനിക്ക് സ്മാർട്ട് ഫോണുകളിൽ സ്പീക്കറിൽ ഏറ്റവും ലൗഡസ്റ്റും സ്റ്റീരിയോ സ്പീക്കറിൽ ഏറ്റവും ഡെപ്തും തോന്നിയിരുന്നത് ഐഫോൺസിൽ തന്നെയാണ്. പ്രത്യേകിച്ചും iPhone 12 ഞാൻ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് iPhone 12ലായിരുന്നു ഏറ്റവും നല്ലതായിട്ട് തോന്നിയിരുന്നത്. പക്ഷേ S22 പ്ലസ് എൻ്റെ കയ്യിൽ കിട്ടിയ പിന്നെ ഇതിൻ്റെ സ്പീക്കർ ഭയങ്കര ലൗഡാണ്. ഇത് രണ്ടും സൈഡ് ബൈ സൈഡ് വെച്ച് നമ്മൾ കേൾക്കുവാണെങ്കിൽ ഈ ഒരു S22 പ്ലസിൻ്റെ സ്പീക്കർ ഭയങ്കര ലൗഡാണ് ഇതിനേലും. ഇത് പറയാൻ കാരണമൊന്നുമില്ല, ഈ സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം ഉണ്ടല്ലോ, അതായത് മുകളിലും ഇയർ പീസിലും താഴെയുമാണ് ഈ ഒരു പാട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്നത്. ഇതിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഇയർ പീസിൻ്റെ സ്പീക്കേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ iPhone 12ൻ്റെ ഇയർ പീസിൻ്റെ ശബ്ദത്തെക്കാളും S22 പ്ലസിലെ ഇയർ പീസിൻ്റെ ശബ്ദം കൂടുതലാണ്. അതുകൊണ്ട് മൊത്തത്തിൽ ഓഡിയോ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ സ്പീക്കറിൻ്റെ ഒച്ച കൂടുതൽ ഇതാണ്. ആൻഡ് ഡോൾബിയുടെ ഒരു സപ്പോർട്ടും കൂടെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഓഡിയോ ക്വാളിറ്റിയും ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുമെന്ന്. ആ ഒരു കാര്യത്തിലും അടിച്ച് പുറത്തെറിപ്പിച്ചു. ഇനി അടുത്ത ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ ആക്ച്വലി എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാവാം. വേറെ ഒന്നും കൊണ്ടല്ല, iPhone 12ൻ്റെ ക്യാമറ ഇപ്പോഴും നല്ലതാണ്, യാതൊരു പ്രശ്നവുമില്ല iPhone 12ൻ്റെ ക്യാമറയ്ക്ക്.
ആൻഡ് ഇതിൻ്റെ ക്യാമറയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ടെന്ന് മാത്രമല്ല ചിലപ്പോൾ ചില സമയത്തൊക്കെ ഫോട്ടോസ് കുറച്ചുകൂടെ പഞ്ചി ആയിട്ട് നമുക്ക് S22 പ്ലസിൽ തോന്നും. ചില സിനാരിയോസിൽ ആ ഒരു പഞ്ചിനെസ് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ടെലിഫോട്ടോ ലെൻസ് ഇല്ല. നമുക്ക് അൾട്രാ വൈഡും മെയിനും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ 3 ടൈംസ് ടെലിഫോട്ടോ അടിപൊളിയാണ്. പ്രത്യേകിച്ചും പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഇത് പ്രൈമറി ക്യാമറയിൽ എടുത്തിട്ടാണ് ആ ഒരു ബ്ലറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ടെലിഫോട്ടോയിൽ എടുക്കുന്നുണ്ട് കുറച്ചുകൂടി കാണാൻ നാച്ചുറലായിട്ടുള്ള ഒരു ബ്ലറാണ് കിട്ടുന്നത് ആ ഒരു കാര്യത്തിൽ. പിന്നെ സൂം 3 ടൈംസ് സൂമാണ്, ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. 30 ടൈംസ് ഡിജിറ്റൽ സൂമും ഉണ്ട്. ആൻഡ് ആ ഒരു ഡിജിറ്റൽ സൂം യൂസബിളും ആണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസ് വീഡിയോയിൽ ക്യാമറ സാമ്പിൾസും കാണിച്ചു തന്നിട്ടുണ്ടായി. അതുമാത്രമല്ലാതെ 8K വീഡിയോസ് ഇതിനകത്ത് ക്യാപ്പ് ചെയ്തിരിക്കുന്നത് 4K 60 FPS മാക്സിമം റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് 8K 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു കാര്യത്തിലും ഇത് പുറകിലാണ്. അടുത്ത ചിലപ്പോൾ നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നാം, ഫിംഗർ പ്രിൻറ്റ് സെൻസർ. ഐഫോണിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇല്ലയെന്നറിയാമല്ലോ. ആകെ പാവം ഐഫോൺ SE 2023 കൂടെ ഉള്ളൂ ഈ ഒരു ടച്ച് ID വെച്ചിട്ട് വരുന്നത്. ഇതിനകത്തുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഭയങ്കര ഫാസ്റ്റാണ്. ഫസ്റ്റ് ഇംപ്രഷൻസ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ? അതിനകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് രണ്ട് ഷോട്ടുകളുണ്ടായി. എത്ര ഫാസ്റ്റാണെന്ന് നിങ്ങൾക്കറിയാം. പ്ലസ് ഫേസ് അൺലോക്കും ഉണ്ട്. പക്ഷേ ഫേസ് അൺലോക്ക് പലപ്പോഴും നമ്മളിങ്ങനെ ഫോൺ എടുക്കുമ്പോൾ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നമ്മുടെ സ്ക്രീനിൻ്റെ അകത്താണുള്ളത് കുറച്ച് പൊക്കിയാണ് വെച്ചേക്കുന്നത്. കയ്യിലെടുക്കുമ്പോൾ കൃത്യം നമ്മുടെ തമ്പ് അതിൻ്റെ മുകളിൽ പോയിരിക്കുന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ എടുക്കുമ്പോൾ തന്നെ ഓൺ ആവുന്നുണ്ട്. സോ ഫേസ് അൺലോക്ക് വരെ എനിക്ക് എത്തേണ്ട ആവശ്യം പോലും പലപ്പോഴും വരാറില്ല. ആ ഒരു കാര്യത്തിലും ഇതിലാണ് ബെറ്റർ. ഇനി അടുത്തത്, ഇത് ഐഫോണുകാർ എന്നാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എനിക്കറിയാൻ പാടില്ല. റിവേഴ്സ് വയർലെസ് ചാർജിങ്. അതായത് ഐഫോണിൽ ചാർജ് തീർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാംസങ് ഗാലക്സി S22 വെച്ച് iPhone 12 ചാർജ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഇതിനെ തന്നെ റിവേഴ്സ് വയർലെസ് ചാർജർ ആക്കി മാറ്റിയിട്ട് ഇതിനെ ചാർജ് ചെയ്യാം. പക്ഷേ ഇതുകൊണ്ട് നമുക്കിതിനെ ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈവൻ ദോ മാക്സ് സേഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്യാമായിരുന്നു, പക്ഷേ സ്റ്റിൽ നടക്കൂല. സോ റിവേഴ്സ് വയർലെസ് ചാർജിങ് എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്, എഫക്റ്റീവാണ്. നിങ്ങൾക്ക് എയർപോഡ്സ് ചാർജ് ചെയ്യണോ, നിങ്ങൾക്ക് ഐഫോൺ ചാർജ് ചെയ്യണോ, ഏത് വയർലെസ് ചാർജറുള്ള കാര്യങ്ങളും വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളും ഇതിൻ്റെ പുറകിൽ വെച്ച് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അടിപൊളിയാണ്, ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇനി അടുത്ത് ബോക്സി ഡിസൈൻ. സോ iPhone 12 സീരീസ് ഒക്കെ ബോക്സി ഡിസൈനാണ്. 12 അല്ല, അതിന് ശേഷമുള്ള സീരീസ് ഒക്കെ ബോക്സി ഡിസൈനാണ്. നമുക്കറിയാം ബോക്സി ഡിസൈൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ, നമ്മളിങ്ങനെ കൈ പിടിച്ചിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സുഖമില്ല കൈ പിടിക്കാൻ. കാരണം നമ്മുടെ ഹാൻഡ് എന്ന് പറയുന്നത് കേർവ്ഡ് അല്ലേ, ഇതിൻ്റെ എഡ്ജസ് കുറച്ച് ഷാർപ്പായതുകൊണ്ട് നമ്മൾ കയ്യിലിങ്ങനെ കുറേ നേരം പിടിച്ച് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു പ്രശ്നം തോന്നാം. പക്ഷേ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഫ്രണ്ടും ഫ്ലാറ്റാണ്, ബാക്കും ഫ്ലാറ്റാണ്. ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് കേർവ്ഡ് അല്ല, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഈവൻ ടോർച്ച് ഓണായി തോന്നുന്നു, സോറി ഓഫാകും. ഈവൻ ബാക്കും ഫ്ലാറ്റാണ്. എന്നാൽ ഇതിൻ്റെ ഫ്രെയിം മാത്രം ലേശം ഒരു പൊടിക്ക്, അതായത് ഫ്ലാറ്റ് ഒരു പൊടിക്ക് ബെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ട്. വീണ്ടും ഫ്ലാഷ് ഓൺ. ഓക്കെ, കൈ പിടിക്കുന്ന സമയത്ത് ആക്ച്വലി കുറച്ചുകൂടെ കംഫർട്ടബിളാണ് iPhone 12 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അടുത്തത് ആക്ച്വലി ഒരു ഫീച്ചറാണ്. ഈ ഫീച്ചർ ഇന്നേ വരെയും ഐഫോണുകളിൽ എത്തിയിട്ടുമില്ല, കോൾ റെക്കോർഡിംഗ്. മനസ്സിലായി ഐഫോൺ പ്രൈവസിയാണ്, കോൾ റെക്കോർഡിംഗ് ഒക്കെ മോശമല്ലേ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പല സന്ദർഭങ്ങളിലും ഇതേപോലെ ഫേക്ക് കോൾ, പ്രാങ്ക് കോൾ, ആ കോളൊക്കെ വരുമ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട അവസ്ഥ വരും. ആ സമയത്ത് ഐഫോൺ സ്പീക്കറിലിട്ടിട്ട് വേറെ ഫോണിൽ നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട അവസ്ഥകൾ വരാറുണ്ട്. ഇതിനകത്ത് കോൾ റെക്കോർഡിംഗ് ഉണ്ട്, അഗെയിൻ ബോണസ്. പക്ഷേ എന്നെ ഏറ്റവും ഞെട്ടിച്ച കാര്യം ഇതൊന്നുമല്ല, വൈഫൈ സ്പീഡ്. ഐഫോണിനകത്ത് Wi-Fi 6 ആണ്, ഇതിനകത്ത് Wi-Fi 6E ആണ്. 6E സ്പീഡ് ഉണ്ടല്ലോ, ഇത് സ്പീഡും റേഞ്ചും ഭയങ്കര കൂടുതലാണ്. ഈവൻ വീടിനകത്ത് ഇപ്പോൾ ചില സമയത്തൊക്കെ എൻ്റെ റൂമിലുള്ള റൗട്ടർ ഉണ്ടാവും, താഴെ പോകുമ്പോൾ iPhone 12 ചിലപ്പോൾ ഡിസ്കണക്റ്റ് ആവാറുണ്ട്. പക്ഷേ ഇത് പിന്നെയും കട്ട പിടിച്ച് നിൽക്കുന്നുണ്ട്, കട്ട കാണിക്കുന്നുണ്ട്, ആൻഡ് സ്പീഡും വരുന്നുണ്ട്. സോ ടോട്ടലി കമ്പയർ ചെയ്യുമ്പോൾ ബെറ്ററാണ്. വേറൊരു രസകരമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, iPhone 12 ഇന്ത്യയിൽ ഇറങ്ങുന്ന iPhone 12 വേരിയൻറ്റിൽ മില്ലിമീറ്റർ വേവ് സപ്പോർട്ട് ചെയ്യുന്ന ആൻറ്റണ ഇല്ല. നിങ്ങൾ പുറം രാജ്യങ്ങളിലുള്ള iPhone 12 നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ട് ചെറിയൊരു മാറ്റ് ഫിനിഷിനകത്തൊരു വേറെ കളർ ഉണ്ടാവും. അത് ആക്ച്വലി മില്ലിമീറ്റർ വേവിൻ്റെ ആൻറ്റണയാണ്. ഇതിനകത്ത് മില്ലിമീറ്റർ വേവ് 5G സപ്പോർട്ട് ചെയ്യില്ല, ഇതിനകത്ത് മില്ലിമീറ്റർ വേവ് 5G സപ്പോർട്ട് ചെയ്യും. സോ എഗെയിൻ 5G വരുവാണെങ്കിലും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് S22+ ആണ്. ഞാൻ പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻസ് വീഡിയോ ആയിട്ട് ഞാൻ S22+ലേക്ക് പൂർണ്ണമായിട്ടും മാറാം, പ്രൈമറി ഫോൺ ആക്കാം, പിന്നെ iPhone 12 സെക്കൻഡറി ആക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരേ ഒരു ആപ്ലിക്കേഷനെ പിടിച്ച് നിർത്തി, വാട്സാപ്പാണ്. വാട്സാപ്പിൻ്റെ എല്ലാ ബാക്കപ്പുകളും iCloudലാണ് കിടക്കുന്നത്. അത് മാത്രമേ എനിക്കിതിലേക്ക് ആക്കാൻ പറ്റില്ല, ബാക്കി എല്ലാ ആപ്ലിക്കേഷനും ഞാൻ ആക്കി. ആ ഒരൊറ്റ കാര്യത്തിലാണ് ഇപ്പോഴും എന്നെ iPhone 12 പിടിച്ച് നിർത്തിയിരിക്കുന്നത്. പിന്നെ ആപ്പിൾ ഇക്കോസിസ്റ്റത്തിലായതുകൊണ്ട് പല ആപ്ലിക്കേഷൻസും പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സിങ്ക് ആയതുകൊണ്ടും എന്നുകൊണ്ട് ഞാൻ ഇപ്പോഴും ആ ഒരു ഇക്കോസിസ്റ്റത്തിൽ പെട്ടുപോയൊരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രോമിനൻ്റ് ആയിട്ടും S22+ ഉപയോഗിച്ചപ്പോൾ, ഐഫോണിൽ നിന്നും S22+ ഉപയോഗിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തോന്നിയത്.
പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ ഡിഫറൻസസ് ആയിട്ട് അല്ലെങ്കിൽ ഐഫോണിൽ നിന്നും S22 അഡ്വാൻറ്റേജസ് ആയിട്ട് പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ S22 ഞാൻ ഇടാം. അത് കുറച്ച് നാളും കൂടെ കഴിയട്ടെ, ഒന്ന് ഉപയോഗിച്ചൊരു 1 മന്ത്. കാരണം ഒരു അപ്ഡേറ്റ് ഉണ്ട് ഈ ഒരു S22 GOS എന്ന് പറഞ്ഞിട്ടൊരു അപ്ഡേറ്റ് ഉണ്ട്. ആ ഒരു അപ്ഡേറ്റും കൂടെ വന്നാലേ ആക്ച്വൽ പൊട്ടൻഷ്യൽ അങ്ങ് അൺലോക്ക് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ബൈ.